ഡൽഹി ഭീകരാക്രമണത്തിൽ പരിക്കേറ്റവരെ ഡൽഹി LNJP ആശുപത്രിയിൽ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭൂട്ടാനിൽ നിന്ന് തിരിച്ചെത്തിയതിന് പിന്നാലെയായിരുന്നു സന്ദർശനം. അതേസമയം സ്ഫോടനത്തിനായി ഇസ്ലാമിക ഭീകരർ 2 കാറുകൾ കൂടി വാങ്ങിയതായി കണ്ടെത്തി. ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തിയ ഉമറിനൊപ്പം 2 പേർ കൂടി ഉണ്ടായിരുന്നതായി CCTV ദൃശ്യങ്ങളിലും വ്യക്തമാണ്. ഇതിനെ അടിസ്ഥാനമാക്കി വ്യാപക തെരച്ചിലാണ് നടത്തുന്നത്. സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ ഉപസമിതിയും വൈകിട്ട് ചേരും. 5:30 യോഗം. വിവരങ്ങളുമായി S. ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി LNJP ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചിരിക്കുന്നു. ഭൂട്ടാനിൽ നിന്ന് തിരിച്ചെത്തിയതിന് തൊട്ട് പിന്നാലെയായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉണ്ടായത്. അദ്ദേഹം ഏതെങ്കിലും വിധത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിട്ടുണ്ടോ ആശുപത്രിയിൽ വെച്ച്? സമയം മുമ്പാണ് LNJP ആശുപത്രിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയത്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ പ്രധാനമന്ത്രി സന്ദർശിച്ചു, അവരെ ആശ്വസിപ്പിച്ചു. അദ്ദേഹം കാര്യമായ പ്രതികരണം ഈ സന്ദർശനത്തിനിടെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും വന്നിട്ടില്ല. പക്ഷെ തൊട്ടു മുൻപ് അദ്ദേഹം പറയേണ്ടത് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. അതായത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരാളെ പോലും വെറുതെ വിടില്ല, ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതാണ്. അതിനാൽ തന്നെ അക്കാര്യത്തിൽ ആ വാക്കുകളിൽ എല്ലാം അടങ്ങിയിട്ടുമുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് യോഗം ഇന്ന് വൈകുന്നേരം 5:30 പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരും. ഡൽഹിയിൽ യോഗം ചേർന്നതിന് ശേഷം എന്താകണം ഇതിന്റെ തുടർ നടപടികൾ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി 2 കാറുകൾ കൂടി കണ്ടെത്താൻ ഉണ്ട് എന്ന തരത്തിൽ ഒരു അഭ്യൂഹം ഇപ്പോൾ പരക്കുന്നുണ്ട്. കാരണം ഈ സ്ഫോടനം നടത്തിയ ഉമറിനൊപ്പം 2 പേർ ഉണ്ടായിരുന്നു എന്നും മറ്റ് 2 കാറുകൾ കൂടി ഇവർ വാടകയ്ക്കെടുത്തിട്ടുണ്ട്, വാടകയ്ക്കെടുക്കുകയോ അത് വാങ്ങുകയോ ചെയ്തതായിരിക്കാം, അങ്ങനെയുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇതുപയോഗിച്ച് ഇനി എന്തെങ്കിലും സ്ഫോടനം തുടർന്ന് നടത്തുമോ എന്ന ആശങ്ക ശക്തമാണ്. ഇത് ശരിയാണെങ്കിൽ വൈകാതെ തന്നെ ഇത് കണ്ടെത്തേണ്ടതുണ്ട്, ഈ ആളുകളെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. പോലീസ് അതിനുള്ള നീക്കം നടത്തുന്നു എന്നുള്ളതാണ് വിവരം. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്നത് ഈ ലഷ്കർ എ തൊയ്ബയും അതോടൊപ്പം തന്നെ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട ഭീകര സംഘടനകളുമായി ബന്ധമുള്ളവരാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. ജെയ്ഷയുടെ വനിതാ വിഭാഗം ഇന്ത്യയിലെ നേതാവ് ഈ ഷഹീൻ, അവരെ കേന്ദ്രീകരിച്ചാണ് കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പോകുന്നത്. അവരുടെ ഭർത്താവിന്റെ പ്രതികരണം ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. 2012 ഡിവോഴ്സ് ആയതാണെന്നും അവർ എവിടെയാണെന്ന് ഇപ്പോൾ അറിയില്ലെന്നും ഇയാൾ പറയുന്നുണ്ട്. 2 മക്കളുണ്ട്, 2 പേരും ഇയാൾക്കൊപ്പം തന്നെയാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ ഇയാൾ വ്യക്തമാക്കുന്നു. ഈ ഷഹീൻ എന്ന് പറയുന്ന സ്ത്രീ, അവർ ഓസ്ട്രേലിയയിലോ യൂറോപ്പിലോ സെറ്റിലാകാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണെന്നും ഇയാൾ പറയുന്നു. എന്തായാലും ഇവർ കുടുംബത്തോടെ ഭീകരരാണ് എന്ന് വെളിപ്പെട്ട സാഹചര്യത്തിൽ ഇയാൾ പറഞ്ഞ ഒരു വാക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ അറസ്റ്റിലായ പശ്ചാത്തലത്തിൽ ഇയാളുടെ ഒന്നും വാക്ക് മുഖവിലക്കെടുക്കാൻ പോലും കഴിയില്ല. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ ഷഹീന്റെ സഹോദരനെ, പർവേസിനെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊടും ഭീകരനാണ് അയാൾക്ക് ഈ കേസുമായി ഡയറക്റ്റ് ബന്ധമുണ്ട് എന്നുള്ളതും ഇതിനോടകം തെളിഞ്ഞിട്ടുണ്ട്. അതിനാൽ ഈ ഭർത്താവ് പറഞ്ഞതിൽ ഒരു വാക്ക് പോലും വിശ്വസിക്കേണ്ടതില്ല. അത് പോലീസ് വൈകാതെ തന്നെ അക്കാര്യത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണം വരുത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഇന്ന് ഈ സംഭവത്തിൽ ഇവർ ലോഞ്ച് പാഡായി ഉപയോഗിച്ചിരുന്ന ആശുപത്രിയിൽ പോയിരുന്നു. പക്ഷെ ആശുപത്രി അധികൃതർ പറയുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ല, ഇത്രയും പേർ ഇവിടെ താമസിച്ച് ഇതെല്ലാം കാട്ടിക്കൂട്ടിയിട്ടും ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല എന്നാണ് അവർ പറയുന്നത്. അത് നമ്മൾ വിശ്വസിക്കുക കൂടി വേണം. അതെ ശ്രീകാന്ത്, ഈ അൽഫല യൂണിവേഴ്സിറ്റി അധികൃതർ പറയുന്ന വാദം ഒരു തരത്തിലും നമുക്ക് മുഖവിലക്കെടുക്കാൻ കഴിയില്ല. കാരണം ഇത് വളരെ കൃത്യമായി ഇതൊരു ഡൽഹി ഓഖ്ല ബേസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഈ അൽഫല ഈ യൂണിവേഴ്സിറ്റി നിയന്ത്രിക്കുന്നത്. ഒരു ട്രസ്റ്റ് അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അവരുടെ കൃത്യമായി യൂണിവേഴ്സിറ്റിയുടെ വിവരങ്ങൾ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ വൻതോതിൽ ഫണ്ട് വരികയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ വർഷത്തിലൊരിക്കൽ ഈ യൂണിവേഴ്സിറ്റിയിൽ സന്ദർശനം നടത്തി വിലയിരുത്തൽ നടത്തുന്നുണ്ട്. മാത്രവുമല്ല, ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം എന്ന് പറയുന്നത് അവിടെ ജോലി ചെയ്യുന്ന 40% ജീവനക്കാരും, ഡോക്ടർമാരുൾപ്പെടെ 40% ജീവനക്കാരും ജമ്മു കാശ്മീരിൽ നിന്നുള്ളവരാണ്, കശ്മീരികളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭീകരതയുടെ ലോഞ്ച് പാഡായി ഈ യൂണിവേഴ്സിറ്റി മാറുന്നതാണ് നമ്മൾ കണ്ടത്. ശ്രീകാന്ത് അവിടെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ
കൃത്യമായി നമുക്ക് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നില്ലേ? അവിടുത്തെ ഒരു സാഹചര്യമൊക്കെ എങ്ങനെയാണ്? നീലിമ, ഈ കാര്യത്തിൽ ഈ അൽഫല ആശുപത്രി എന്നുള്ളത് ലോഞ്ച് പാഡാണ്. അത് അടിവരയിട്ട് ഉറപ്പിക്കാം. അത് അക്കാര്യത്തിൽ ഇനിയൊരു സംശയത്തിന് അടിസ്ഥാനമേ ഇല്ല. അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കേണ്ട ഒരാവശ്യവുമില്ല. അവന്മാർ അതിബുദ്ധിമാന്മാരാണ് എന്നുള്ളതാണ്. കാരണം ഇവരെ ഈ പിടികൂടിയതിന് തൊട്ടു പിന്നാലെ അവരുടെ ബോർഡിന് മുകളിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒരു പരസ്യം അവർ കൊണ്ട് ആ ബോർഡ് മറച്ചാണ് ഇപ്പോൾ അവിടെ വെച്ചിരിക്കുന്നത്. അത് ഇന്നലെ വെച്ചതാണ് എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായതിൽ പ്രധാനമന്ത്രിയുടെ മുഖമടക്കം വെച്ചിട്ടാണ്. അതായത് അതിബുദ്ധി കാണിക്കുന്നവന്മാരാണ്. അതിനാൽ തന്നെ ഇതിൽ വ്യക്തമാകുന്ന ഒരു കാര്യം, ഒരു തരം രണ്ടു തരം അക്കാര്യത്തിൽ ഇനി ഒരു സംശയത്തിന്റെ അടിസ്ഥാനമേ ഇല്ല. ഈ അൽഫല ആശുപത്രി ലോഞ്ച് പാഡ് ആയിരുന്നു. അവിടുത്തെ ആളുകൾക്ക് ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. അതിനുള്ളിലൊരു പള്ളിയുണ്ട്. ആ പള്ളിയിലെ ഇമാം മുഹമ്മദ് ഇസ്താഖ്, അയാളാണ് ഈ ആളുകൾക്ക് ഈ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനുള്ള സ്ഥലം തയ്യാറാക്കി കൊടുത്തത്, മുറി എടുത്തു കൊടുത്തത്. ഇത്രയൊക്കെ നടന്നിട്ടും ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നവർ പറയുന്നെങ്കിൽ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ കൃത്യമായ മറുപടി ചോദിക്കേണ്ട രീതിയിൽ അന്വേഷണ ഏജൻസികൾ ഡോക്ടർ ഷഹീനെ ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് മുന്നിൽ വന്നു വീഴുന്നത്. ജമാഅത്തുൽ മൊമിനത്ത് എന്ന് പറയുന്ന വനിതാ ഗ്രൂപ്പ്, ആ വനിതാ ഗ്രൂപ്പിന്റെ പൂർണ്ണമായ ചുമതല മസൂദ് അസർ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ഡോക്ടർ ഷഹീനെയാണ്. ഈ ഡോക്ടർ ഷഹീൻ എന്ന് പറയുന്നത് ചെറിയ മീനല്ല എന്ന് ഇതിനോടകം തന്നെ അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലൂടെ നമുക്ക് വളരെ കൃത്യമായി വെളിവാകുന്നുണ്ട്. 2 വർഷമായി ഇവർ ഈ അമോണിയം നൈട്രേറ്റ് സമാഹരിക്കുകയായിരുന്നു. നമുക്കറിയാം ഈ യൂണിവേഴ്സിറ്റി നിലനിൽക്കുന്ന, ഈ മെഡിക്കൽ കോളേജ് നിലനിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. ഈ കാർഷിക മേഖലയിലെ ഈ യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുക്കുകയും കശ്മീരിൽ നിന്നുള്ള 40% ജീവനക്കാർ അവിടെ എത്തുകയും ഇത്തരത്തിൽ കർഷകരിൽ നിന്നടക്കം അമോണിയം വൻതോതിൽ വാങ്ങിക്കൂട്ടുകയും 3000 കിലോയിലധികം ഇത്തരത്തിൽ സ്ഫോടക വസ്തു കൈകാര്യം ചെയ്യണമെങ്കിൽ, സൂക്ഷിക്കണമെങ്കിൽ ഇവരുടെ ബുദ്ധി, ഇവർ ആരുടെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നതൊക്കെ വളരെ കൃത്യമായി അനാവരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. ശ്രീകാന്ത്. നീലിമ, ഒരു കാര്യം, ഇവരെല്ലാം തുർക്കി സന്ദർശിച്ചിട്ടുണ്ട്. തുർക്കിയിൽ നിന്ന് ഇവർക്ക് ചില ഡയറക്ഷൻസ്, നിർദ്ദേശം വന്നിട്ടുണ്ട് എന്നുള്ള വിവരം ഏറ്റവും പുതുതായി വരുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ തുർക്കി കണക്ഷൻ വളരെ വളരെ ഗൗരവതരമായ കാര്യമാണ്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമ്മളെ ദ്രോഹിക്കുന്നതിന് വേണ്ടി ഏറ്റവും ആദ്യം പാകിസ്ഥാനൊപ്പം ചേർന്ന രാജ്യമാണ് തുർക്കി. ഒപ്പം ഇനി രണ്ടാമത്തെ കാര്യം, 2 ടെലഗ്രാം അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് ഈ ജെയ്ഷയുടെ ടെലഗ്രാം അക്കൗണ്ടാണ്. ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ടെലഗ്രാം അക്കൗണ്ടിൽ ഈ ഷഹീൻ അംഗമായിരുന്നു, മറ്റു ഡോക്ടർമാരും അംഗമായിരുന്നു. ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ഈ ടെലഗ്രാം അക്കൗണ്ടിൽ ഒന്ന് നിയന്ത്രിക്കുന്നത് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപക നേതാവ് കൂടിയായ ഈ മൗലാന മസൂദ് അസറിന്റെ സഹോദരി കൂടിയാണ്. ഈ സഹോദരിയുടെ അവരുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഷഹീൻ ഇന്ത്യയിലെ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം നേതാവായി മാറുന്നത്. അങ്ങനെയാണ് അവർ ഇതിനെല്ലാം ഉള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്നതും പണം നൽകുന്നതും. ഇവരാണ് പണം മുടക്കിയത്. അവിടെ ഒരു കാർഷിക മേഖലയാണ്. ആ പ്രദേശത്തുള്ളവന്മാർക്കെല്ലാം ഈ അമോണിയം നൈട്രേറ്റ് ഇവർക്ക് സംഘടിപ്പിച്ച് നൽകിയതിൽ ബന്ധമുണ്ടാകും. ആ ഗ്രാമം തന്നെ നമ്മൾ പോയി കണ്ടപ്പോൾ മനസ്സിലായത് ഇവന്മാർക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. സ്വാഭാവികമായും അവിടെ ഉള്ളവർ അറിയാതെ, പ്രാദേശിക സഹായം കിട്ടാതെ ഇത്രയധികം അമോണിയം നൈട്രേറ്റ് വാങ്ങി സൂക്ഷിക്കാൻ കഴിയില്ല. ഇവരൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് വളരെ വളരെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല, ഒരു സ്ത്രീക്ക് ഇങ്ങനെ ആകാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മളെ ഞെട്ടിക്കുന്ന കാര്യമാണ്. അതായത് 9 മനുഷ്യജീവനുകൾ എടുക്കാൻ പാകത്തിലേക്ക് ഒരു സ്ത്രീയുടെ ഹൃദയം മാറുന്നു. 29 പേർ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലാകുന്നു. ഒരു സ്ത്രീക്ക് ഇങ്ങനെ മാറാൻ കഴിയുമോ എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്നത്. ഒരു വനിതാ ഭീകരവാദി, അത് ലക്ഷണമൊത്ത വനിതാ ഭീകരവാദി ഇന്ത്യയിൽ ഇതാദ്യമായി ഒരു കേസിൽ വെളിപ്പെടുകയാണ്. ഇത് രാജ്യത്തെ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. ഈ പെൺകുട്ടികളെ ഈ ജെയ്ഷെ മുഹമ്മദിലേക്ക് ആകർഷിക്കാനും അവർക്ക് ട്രെയിനിങ് കൊടുക്കാനും അവരെ ബ്രെയിൻ വാഷ് ചെയ്യാനും ഒക്കെ വളരെ കൃത്യമായി നേതൃനിരയിൽ പ്രവർത്തിച്ച ഒരു ഭീകരവാദി തന്നെയാണ് ഈ ഷഹീൻ എന്ന് പറയുന്നത്. ഷഹീനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ വളരെ കൃത്യമായ അന്വേഷണം നടത്തുന്നത്. കാശ്മീരിൽ നിന്ന് ഉൾപ്പെടെ നിരവധി ഡോക്ടർമാർ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന സാഹചര്യം കൂടി ഉണ്ടാവുകയാണ്. അതായത് വൈറ്റ് കോളർ ജിഹാദ് എന്ന് പറയുന്നതിൻ്റെ തലം അങ്ങേയറ്റം വ്യാപകമാകുകയാണ്. ഈ സമൂഹത്തിൽ അങ്ങേയറ്റം
ബഹുമാനിക്കപ്പെടുന്ന എഞ്ചിനീയർമാർ, അതുപോലെ ഡോക്ടർമാർ, ഇവരൊക്കെ ഈ നെറ്റ്വർക്കിന്റെ ഭാഗമായി ഈ രാജ്യത്തെ ഛിന്നഭിന്നമാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രയോ ആഴത്തിലാണ് ഈ ഭീകരത നമ്മുടെ രാജ്യത്ത് വേരോടിയിരിക്കുന്നത് എന്നതല്ലേ മനസ്സിലാക്കേണ്ടത്. മാത്രവുമല്ല ശ്രീകാന്ത്, എല്ലാ കണ്ണുകളും ഇന്ന് ഡൽഹിയിലേക്കാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ ഉറ്റുനോക്കുകയാണ്. നമ്മുടെ സുരക്ഷ സംബന്ധിച്ചുള്ള ക്യാബിനറ്റ് സമിതി യോഗം ചേരാൻ പോകുകയാണ് 5:30. അതിൽ പ്രധാനമന്ത്രി എന്ത് തീരുമാനമെടുക്കും, ഭാരതം എന്ത് തീരുമാനമെടുക്കും എന്ന് കാത്തിരിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ ഉൾപ്പെടെ. ശ്രീകാന്ത്, ഈ ആക്രമണത്തിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും ആണെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അത് സർക്കാരിനും ആ ബോധ്യം കൃത്യമായി വന്നിട്ടുണ്ട്. ഇന്ന് CCS മീറ്റിംഗ് ചേരുമ്പോൾ പ്രധാനമന്ത്രി അത് സംബന്ധിച്ച് പ്രധാനമന്ത്രിക്ക് സുരക്ഷാ ഏജൻസികൾ ബ്രീഫിംഗ് നൽകും. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ തീരുമാനം വരുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ഷഹീൻ എന്ന സ്ത്രീ അവരുടെ നേതൃത്വത്തിൽ വ്യാപകമായി ഒരുപക്ഷെ ഈ വനിതാ ഭീകരരെ സംഘടിപ്പിച്ചിട്ടുണ്ടാകാം, അവർക്ക് പരിശീലനം കൊടുത്തിട്ടുണ്ടാകാം, അങ്ങനെ സംശയിക്കുന്നുണ്ട് ഇപ്പോൾ പോലീസും നമ്മുടെ അന്വേഷണ ഏജൻസികളും. മാത്രമല്ല, ഈ വൈറ്റ് കോളർ ജിഹാദ്, വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർ ഡോക്ടറാവാം, അധ്യാപകരാകാം, മറ്റ് പ്രൊഫഷണൽസ് ആകാം. ഇവർ സ്ലീപ്പർ സെല്ലുകളായി നമുക്കിടയിൽ തന്നെ ഉണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർക്ക് നിർദ്ദേശമെത്തും, അവർക്ക് വേണ്ട ആയുധങ്ങളെത്തും. അവരപ്പോൾ ലോൺ വൂൾഫുകളായി മാറി ആ ലോൺ വൂൾഫ് അറ്റാക്ക് നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. അവർക്ക് ഈ ഫിദായിൻ അറ്റാക്ക് നടത്തുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം മതപരമായ ഒരു കാര്യം കൂടിയായി മാറും. അങ്ങനെ സ്ത്രീകളടക്കമുള്ളവർ രാജ്യത്ത് ഭീകരവാദത്തിന്റെ മുൻനിരയിലേക്ക് വരുന്നു എന്ന് പറയുന്നത് ഈ രാജ്യം വളരെ ജാഗ്രതയോടെ കാണേണ്ടതാണ്.